ജന്മാദ്യസേതോന്യാദിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനീ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോവാരി മൃതാം മേധാവിനിമയോ യത്രത്തിസർഗോംഷാം ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം വരന്തീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ദ്വിതീയ സ്കന്ധം 1-ാം അധ്യായത്തിൽ 30 ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. ഭഗവാന്റെ സ്ഥൂല രൂപത്തെ, പ്രപഞ്ചാകാരേണുള്ള രൂപത്തെ വർണ്ണിക്കുകയാണ്. ദ്യൗരക്ഷിണി 30 ചക്ഷുരഭൂത് പതംഗ പക്ഷ്മാണി വിഷ്ണോരഹനി ഉപേശ തബ്രൂപിജൃംബ പരമേട്ടിദിജ്ഞമാപോസ്യതാലൂര് സേവജിക്കുക. മുമ്പ് പറഞ്ഞു ഇന്ദ്രാദയോ ബാഹവ ആഹുരുത്ര, കൈകളൊക്കെ ദേവന്മാരാണ്. ഭഗവാന്റെ കൈകൾ. ചെവി ഭഗവാന്റെ, അതായത് ഭഗവാന്റെ ചെവി ദിക്കുകളാണ്. ശ്രോത്രമാവട്ടെ ശബ്ദവും രണ്ടാണല്ലോ. ഇന്നലെ പറഞ്ഞു കർണം വേറെ ശബ്ദം വേറെ, കർണം വേറെ ശ്രോത്രം വേറെ. പ്രവർത്തനാത്മകമായ ശ്രോത്രേന്ദ്രിയാണ് ശ്രോത്രം. പ്രവർത്തന ശക്തി ഇല്ലെങ്കിലും ചെവിക്ക് ചെവി എന്ന് പറയാം. പക്ഷെ മരിച്ചുപോയ ആൾക്ക് കർണം ഉണ്ട്, ചെവി ശ്രോത്രമില്ല. കർണമുണ്ട്, കാരണം ഈ ആഹ്യ അവയവത്തിനാണ് ചെവി എന്ന് പറയുക. പ്രവർത്തന ശക്തിയുള്ള ഇന്ദ്രിയത്തിനാണ് ശ്രോത്രം എന്ന് പറയുക. നേത്രം എന്ന് പറഞ്ഞാൽ പ്രവർത്തനാത്മകമായ കണ്ണാണ്. വെറും കണ്ണ് അക്ഷി എന്ന് പറഞ്ഞാലോ പ്രവർത്തനം അല്ലാത്ത കണ്ണിനും കണ്ണ് എന്ന് പറയാം. കാരണം നേത്രവും അക്ഷിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പം അതിവിടെ പറഞ്ഞു. നാസത്യതത്രോ, മൂക്കുകൾ അശ്വിനി ദേവതകളാണ്. 2 നാസികാധാരങ്ങൾ, അത് അശ്വിനി ദേവതകളും ആണ്. പിന്നെ ഘ്രാണോസ്യ ഗന്ധോ മുഖം അഗ്നിരിന്ദ്ര, മുഖം അഗ്നി വലത്തോട്ടാണ് എടുക്കേണ്ടത്. അഗ്നിരിത്ത, അഗ്നിയാണ് മുഖം എന്ന് പറഞ്ഞു. ദൗരക്ഷിണി ചക്ഷുരഭുത് പതംഗ പട്മാണി വിഷ്ണോരഹനീ ഉപേച തബ്രൂ വിജൃംബ പരമേട്ടി ദിഷ്ണമാപോസ്യതാലു രസേവ ചിക്കു. അതിനൊരു വലിയൊരു ആന്തരാർത്ഥം കൂടി ഉണ്ട്. എന്തിനാണ് ഈ ഈശ്വരനെ അന്വേഷിച്ചിട്ട് അമ്പലത്തിൽ പോകണം? ആവശ്യമില്ല. ഇത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ ഒരു ശക്തിയെ കാണാൻ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുക എന്ന് പറഞ്ഞാൽ അതെത്ര ശരിക്കും വരച്ച ബാലിശവും വിഡ്ഢിത്തരമാണ്. അപ്പം ശരിക്കും അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം ഉണ്ടാവില്ല. അതാണ്ട് ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ശക്തിയാണ് ഭഗവാൻ. അതിങ്ങനെ ഒരു വിഗ്രഹത്തിൽ വരും. ഒരു വിഗ്രഹത്തിൽ മാത്രമായിട്ട് വരില്ല, എല്ലായിടത്തും ഉണ്ട്. അവിടെ ഉണ്ട്, അത്ര തന്നെ ഉള്ളൂ. എൻ്റെ വീട്ടിലുണ്ട്, ഗുരുവായൂരും ഉണ്ട്, വേറെ അമ്പലത്തിലും ഉണ്ട്, പറമ്പിലും ഉണ്ട്, പാടത്തും ഉണ്ട്, ഒക്കെ ഉണ്ട്. അല്ലാതെ അവിടെ പ്രത്യേക ഒരു സ്ഥലത്തായിട്ടൊന്നും അല്ല ഈശ്വരശക്തി എന്ന് വ്യക്തമാക്കിയിട്ട് ഇങ്ങനെയുള്ള വിവരണത്തിൽ ഭാഗവതം പറയണു. ഗീത അങ്ങനെ പറയണുള്ളൂ. ഗീതയിലൊന്നും ക്ഷേത്രത്തിനെ പറ്റി കാണുകയില്ല. അപ്പോൾ അവിടെ അത്ര പ്രാധാന്യമൊന്നും ഈ ക്ഷേത്രത്തിനില്ല. നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നവരാരാന്നറിയോ? അത് ഹിന്ദു 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 എന്ന ഒരു സങ്കുചിത കൺസെപ്റ്റ് വരുന്നവർക്കേ ഉള്ളൂ ക്ഷേത്രം സകലവുമാണെന്ന്. അവരുടെ പള്ളിയൊക്കെ നേരെയുണ്ട്, നമ്മുടെ അമ്പലം. അതൊരു മതപരമായ ബാഹ്യ കൺസെപ്റ്റാണ്. ആന്തരക്കാർക്ക് ക്ഷേത്രത്തിൽ വിശേഷം ഒന്നുമില്ല. അങ്ങനെ എത്തുമ്പോൾ അയാൾ വളർന്നു ഉയർന്നു എന്നൊക്കെ പറയാൻ പറ്റും. ആ ഒരു അർത്ഥം കൂടി വിരാട് പുരുഷവർണ്ണനയുണ്ട്, നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. വെറുതെ ഈ വാക്കിൻ്റെ അർത്ഥം പറയില്ല. ദൗരക്ഷിണി ചക്ഷുരഭുത് പതംഗ പട്മാണി വിഷ്ണോരഹനി ഉപേജ. ദ്യൗ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം, അക്ഷിണി 2 നേത്രഗോളങ്ങൾ. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നേത്രം എന്ന് പറയുമ്പോൾ പ്രവർത്തനാത്മകമായിട്ടുള്ള കണ്ണിനെയാണ് നേരത്തെ സൂചിപ്പിച്ചത്. ശ്രോത്രം അമുക്ഷശബ്ദ നാസത്തിനൊക്കെ. ഇവിടെ നേത്രഗോളങ്ങളെക്കുറിച്ച് പറയണു. ആദ്യം പുറത്തേക്കുള്ള അവയവം, ഇന്ദ്രിയമല്ല. ദ്യൗ അത് 2. ദ്യൗരക്ഷിണി അന്തരീക്ഷം എന്നാണ് അർത്ഥം. ദ്യൗരക്ഷിണി 2 ദ്യൗ അന്തരീക്ഷങ്ങൾ ആണ് ഭഗവാന്റെ കണ്ണ്, നേത്രഗോളങ്ങൾ. ചക്ഷു നേത്രഗോളങ്ങൾ. ഇനിയോ പതംഗ അർത്ഥം സൂര്യൻ. വിഷ്ണുവിൻ്റെ പക്ഷമാണി കൺപോളകൾ. നേത്രഗോളങ്ങൾ വേറെ പറഞ്ഞു, കൺപോളകൾ സൂര്യനായിട്ട് ഇവിടെ ചിത്രീകരിച്ചു. ഈ ഉപേ അഹനി,
ഉപേ എന്ന് പറഞ്ഞാൽ രണ്ട്, രാവും പകലും. ഉഭേ അഹനി എന്ന് പറഞ്ഞാൽ രാവും പകലും. ഈ രണ്ടെണ്ണം ഭ്രൂ വിജൃംഭ ഭഗവാന്റെ പുരികക്കൊടിയായിട്ട് കണക്കാക്കി. അത് അടയ്ക്കും തുറക്കും ചെയ്യുമ്പോഴാണ് രാവും പകലും ഉണ്ടാവുന്നത്. കൺപോളകളാണ് അടയ്ക്കും തുറക്കും ചെയ്യണത്, അടയ്ക്കും തുറക്കും ചെയ്യണത്. അപ്പം കൺപോളകൾ രാത്രിയും പകലും എന്ന രണ്ട് ഇതുണ്ടാവുന്നു. ഇനി പുരികം പരമേഷ്ടിധിഷ്ണ്യം സ്ഥാനം ജലം, ആപ എന്ന് പറഞ്ഞാൽ ജലം, അസ്യ ഇവൻ്റെ അണ്ണാക്ക് എന്ന് പറയുന്ന ആ സ്ഥാനമാണ് ലോകത്തിലെ ജലം. അവിടെ കുറച്ച് ജലം ഉണ്ടാവും. നമ്മുടെ വായിൽ ലേശം ജലം എങ്ങനെ ജലാംശം ഉണ്ടാവുമല്ലോ. അപ്പം അണ്ണാക്കിനെ ഇവിടെ സമുദ്രമായിട്ട് പറഞ്ഞിട്ടില്ല, ജലമായിട്ട് പറഞ്ഞു. സമുദ്രം നീ വേറെ പറയണ്ടേ, അതാ പറഞ്ഞത്. ജലമായിട്ട് പറഞ്ഞു. സമുദ്രം ഒരു പ്രത്യേക സ്ഥാനത്താണ് നിൽക്കണം. ജലത്തിന് സ്ഥാനമില്ല. ഇവിടെയും ജലം ഉണ്ടാവും, അപ്പുറത്തും ജലം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ജലമാണ് അണ്ണാക്ക്. ഇനി താലു ജിഹ്വ നാവ് രസം തന്നെ. ലോകത്തിൽ കാണുന്ന ഷഡ് രസങ്ങൾ, കയ്പ്, ചവർപ്പ്, പുളിപ്പ്, മധുരം, കയ്പ് മുതലായ എല്ലാ രസങ്ങളുമാണ് ഭഗവാന്റെ നാവിലാണ്ടോ രസം അറിയാം എന്ന് പറഞ്ഞു. ഇവിടെ കൺപോളകളെ സൂര്യനായിട്ട്, നേത്രത്തിനെ സൂര്യനായിട്ടും കൺപോളകളെ രാപ്പകലായിട്ടും ചിത്രീകരിച്ചു. കാരണം കൺപോളകളാണ് അടയും തുറങ്ങും ചെയ്യുന്നത് കൺപോളകളാണ്, കണ്ണല്ല. കണ്ണടയണില്ല. കണ്ണടയുണ്ടോ? കണ്ണടയണില്ല. ശരിക്കും ഉണ്ടോ? പോളകളാണ് കണ്ണിനെ അടയ്ക്കേണ്ടത്. കണ്ണ് ഒരേപോലെ നിൽക്കുക. അതുകൊണ്ടാണ് കൺപോളകൾ രാപ്പകലായിട്ട് ചിത്രീകരിച്ചത്. ദ്യൗരക്ഷിണി ചക്ഷു, അന്തരീക്ഷം നേത്രഗോളങ്ങളും, പതംഗ സൂര്യൻ നേത്രമായിട്ടും ചിത്രീകരിച്ചു. പക്ഷ്മാണി നേത്രഗോളങ്ങൾ, പുരികം ബ്രഹ്മമയമായിട്ട് പറഞ്ഞു. അവൻ്റെ പുരികം പരമേട്ടിയുടെ ധിഷ്ണ്യം ബ്രഹ്മസ്ഥാനം. എന്താ വെച്ചാൽ ഈ പുരികത്തിൻ്റെ നടുവിലാണ് ധ്യാനം പൂർണ്ണമാകുമ്പോൾ നമുക്ക് നേത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നാണ് മേപ്പെട്ട്. രണ്ട് കണ്ണും പുരികത്തിനെ ആസ്പദപ്പെടുത്തി നോക്കുമ്പോഴാണ് അത്ര ഏകാഗ്രത കിട്ടുക. അങ്ങനെ ധ്യാനിക്കുക. അപ്പോൾ അവിടെ ഈശ്വരസ്ഥാനമായിട്ട് ചിത്രീകരിച്ചു. ധ്യാനവും ഈശ്വരസ്ഥാനവും. പുരികം ബ്രഹ്മസ്ഥാനമായിട്ടും അണ്ണാക്ക് ജലമായിട്ടും കണക്കാക്കി. നേത്രം സൂര്യനായിട്ടും കൺപോളകൾ രാപ്പകലായിട്ടും പുരികം ബ്രഹ്മസ്ഥാനമായിട്ടും. അത് ബ്രഹ്മേഷ്ടി സ്ഥാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ സ്ഥാനം, ബ്രഹ്മസ്ഥാനം എന്നും പറയാം. പരമേഷ്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രഹ്മാവാണ്. ബ്രഹ്മസ്ഥാനം ബ്രഹ്മാവിൻ്റെ സ്ഥാനം. അണ്ണാക്ക് ജലമായിട്ടും പറഞ്ഞു. ദ്യൗരക്ഷിണി ചക്ഷുരഭൂത്. അക്ഷിണി അന്തരീക്ഷം, നേത്രഗോളങ്ങൾ. പതംഗ പക്ഷ്മാണി. പതംഗ സൂര്യൻ കണ്ണായിട്ടും നേത്രേന്ദ്രിയായിട്ടും. അഹനി ഉപേച രണ്ട് കൺപോളകൾ രാപ്പകലായിട്ടും. അഹനി രാപ്പകൽ. ഭ്രൂവിജൃംഭ പുരികം ബ്രഹ്മാവിൻ്റെ സ്ഥാനമായിട്ടും. ആപോസ്യ താലു ഒരു അണ്ണാക്ക് വെള്ളമായിട്ടും. രസയേവ ജിഹ്വ നാവ് രസങ്ങളായിട്ടും പറയുന്നു, അറിവുള്ളവർ പറയുന്നു. ഇനി അടുത്ത ഛന്ദാംസ്യനന്ദശ്ച ശിരോ ഗൃണന്തി ദംഷ്ട്രായമസ്നേഹകലാദിജാനി ഹാസോജനോന്മാദകരീചമായ ദുരന്തസർഗോ യഥപാംഗമോക്ഷ. ഭഗവാന്റെ ശിരസ് ഛന്ദസ്സാണ്. 4 വേദങ്ങൾ എന്നും പറയാം. ഛന്ദസ് എന്ന് പറയുമ്പോൾ വൃത്തം എന്നുള്ള അർത്ഥത്തിലും പറയുന്നുണ്ട്. വേദങ്ങളായിട്ടും പറയാം. വേദങ്ങളായിട്ടാണ് ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഛന്ദസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശരിക്കും പറയാച്ച വേദങ്ങളല്ല. അതായത് ഇപ്പോൾ ഗായത്രിയുടെ ഛന്ദസ് എന്ന് പറയുന്നത് അതിൻ്റെ വൃത്തമാണ്. ആ വൃത്തത്തിന് ഛന്ദസ് എന്ന് പറയും. ജഗത്യതിവിരാട് എന്നൊക്കെ പറഞ്ഞിട്ട് അത്യഷ്ടി ഓരോ ഇതുണ്ടല്ലോ വൃത്തങ്ങൾ, അതിൻ്റേതായിട്ട് അതിനാണ് ശരിക്കും ഈ ഛന്ദസ് എന്ന് പറയുക. ത്രിഷ്ടുപ്പ്, അധിഷ്ടുപ്പ്, ചിഷ്ടുപ്പ് എന്നൊക്കെ പറയണതൊക്കെ അനുഷ്ഠൊക്കെ ഓരോ വൃത്തങ്ങൾ, അതിനെയാണ് ഛന്ദസ്. ഒരു ഭാഗം പറയുമ്പോൾ അങ്ങനെ പറയും. ഇവിടെ ഇപ്പോൾ വേദങ്ങളാണ്. ഛന്ദാംസ്യനന്ദസ്യ ശിരോ,
അനന്തൻ്റെ ശിരസ് ഛന്ദസ്സുകൾ വേദങ്ങളത്രേ. ഗൃണന്തി അങ്ങനെ പറയപ്പെടുന്നു. ദംഷ്ട്ര യമ അണപ്പല്ലുകളാണ് കേട്ടോ ഇവിടെ. ദംഷ്ട്ര എന്ന് പറഞ്ഞാൽ ഭഗവാന് ദംഷ്ട്രയൊന്നുമില്ല. ദേവന്മാർക്ക് ദംഷ്ട്ര ഉണ്ടാവില്ല, അസുരനും രാക്ഷസനെ ദംഷ്ട്ര ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ ദംഷ്ട്ര എന്ന വാക്ക് അണപ്പല്ലുകൾക്കും പ്രയോഗിക്കും. പുറത്തേക്ക് കാണണമെന്നില്ല. അപ്പം നമുക്കൊക്കെ ദംഷ്ട്രയുണ്ട്. ഏതാണ്? അണപ്പല്ല്. പുറത്തേക്ക് കാണില്ല. അണപ്പല്ലില്ലാത്തവരുണ്ടോ? അപ്പം ദംഷ്ട്ര യമഹ അതിൻ്റെ ഉള്ളിലാണ് പെട്ടാൽ പൊടിഞ്ഞ് അതങ്ങോട്ട് ഇല്ലാണ്ടാവും ഇല്ലേ? വറുത്തുപ്പേരി ആയാലും വേണ്ടില്ല, മുറുക്കായാലും വേണ്ടില്ല, ഭക്ഷണമായാലും വേണ്ടില്ല, അതിൻ്റെ ഇടയിലാണ് പെട്ടാൽ പൊട്ടിക്കുക. യമൻ്റെ പണി എന്താ? എല്ലാറ്റിനെയും ഇല്ലാണ്ടാക്കുക. അതാണ് ദംഷ്ട്ര യമഹ. സ്നേഹകല ദിജാനി. സ്നേഹശകലങ്ങൾ പല്ലുകളാണ്. അണപ്പല്ലല്ലാത്ത പല്ലുകളൊക്കെ സ്നേഹത്തിൻ്റെ ഭാവങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നു. സ്നേഹശകലങ്ങൾ പല്ലുകളായിട്ടും കണക്കാക്കപ്പെടും. ദിജൻ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമായിട്ട്. മൂന്നർത്ഥം നമ്മൾ പറഞ്ഞു വരുന്നു. നീണ്ടാവും അർത്ഥം. പക്ഷി എന്നൊരർത്ഥമുണ്ട്, ബ്രാഹ്മണൻ എന്നൊരർത്ഥമുണ്ട്, പല്ല് എന്നൊരർത്ഥമുണ്ട്. അത് സമയം എങ്ങനെയാണ് വരുന്നത്? ഇവിടെ ഇപ്പോൾ ബ്രാഹ്മണൻ അർത്ഥം എടുക്കാൻ വയ്യില്ല. ബ്രാഹ്മണർ പല്ലാവുമോ? ഇല്ല, യോജിക്കില്ല. പക്ഷികൾ ഒരിക്കലും ആവില്ല. അപ്പം ദിജാനി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അവയവത്തിൽ ഒന്നാണ് പല്ലുകൾ. ദിജൻ പല്ലുകളെ സ്നേഹകലകളായിട്ട് പറയുന്നു. ഹാസഹ മായ പുഞ്ചിരിയാണ് മായ. അതിൽ വീഴാത്തവരാരുമില്ല. ജനോന്മാദകരിയായിട്ടുള്ള മായ. എങ്ങനത്തെ മായ? ജനങ്ങളെ മുഴുവൻ വീഴ്ത്തുന്ന. എല്ലാവരും ആ മായയിലാണ് വീഴുക. പരമേശ്വരടക്കം വീണു ഭഗവാന്റെ മോഹിനി രൂപം കണ്ട്. എലുമീതിണ്ടോ? അവനെ ചുട്ട ആളാണ് ഭഗവാന്റെ മായയിൽ വീണത്. അപ്പം ഭഗവാന്റെ മായയെ ജയിക്കാൻ എളുപ്പമല്ല. അതാണ് മമമായ ദുരത്തെയ. എല്ലാവരെയും ജനോന്മാദകരമായിരിക്കുന്ന മായ ഭഗവാന്റെ പുഞ്ചിരി അത്രേ. പുഞ്ചിരിയാണ് മായ. ദുരന്ത സർഗോ യഥമാംഗ മോക്ഷ. ഇനി പറഞ്ഞു മായ എന്നതായിട്ടുള്ള ശക്തി. ദുരന്ത സർഗ അന്തമില്ലാത്തതായിട്ടുള്ള സൃഷ്ടി ഭഗവാന്റെ കടാക്ഷമാണ്. ദുരന്ത സർഗം അന്തമില്ലാത്തതായിട്ടുള്ള സൃഷ്ടിക്ക് അന്തമുണ്ടോ? എണ്ണിയാൽ തീരുമോ? എന്തൊക്കെയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കണം ഭഗവാൻ എന്ന് എണ്ണിയാൽ തീരില്ല. അതുകൊണ്ട് ദുരന്ത സർഗവും അന്തമില്ലാത്തതായിട്ടുള്ള അത്രയധികം അനവധി സൃഷ്ടി എന്നർത്ഥം. യഥപാംഗമോക്ഷ അത് ഭഗവാന്റെ നോട്ടമാണ്. അതാണ് ഭഗവാൻ കണ്ണടച്ച് കിടക്കുന്നിടത്ത് ഒന്നങ്ങോട്ട് തുറന്നാലാ അത്രേ സൃഷ്ടി ഉണ്ടാവുക. ഈക്ഷണക്രിയ നാരായണീയത്തിലൊക്കെ പറയുന്നുണ്ട്. ഈക്ഷക്രിയാം ഈക്ഷണാഖ്യാം തേനേവോ തേതി. ലയിച്ചതായിട്ടുള്ള എല്ലാം ആ നോട്ടം കൊണ്ടാണ് ഭഗവാന് രണ്ടാമത് പുനരുജ്ജീവിക്കുന്നത്. അപ്പം നോട്ടം സൃഷ്ടി. അപ്പം അനന്തൻ്റെ ശിരസ് ഛന്ദസ്സുകളും അണപ്പല്ലുകൾ യമനും. എഴുതി വെച്ചാലേ ഓർമ്മയുണ്ടാവുള്ളൂ, അല്ലാണ്ട് ഓർമ്മയുണ്ടാവില്ല. പല്ലുകൾ സ്നേഹങ്ങൾ വായ്പകളും. മായ എല്ലാവരെയും മോഹിപ്പിക്കുന്ന മായയാണ് ഭഗവാന്റെ മന്ദഹാസം. കുറിച്ചിട്ട നോട്ടം കൊണ്ട് കാര്യം മനസ്സിലാവും. ഹാസം മായയാണ്. പിന്നെയോ ദുരന്ത സർഗോ യഥവാംഗമോക്ഷ സൃഷ്ടിയാവട്ടെ ഭഗവാന്റെ നോട്ടമാണ്. ദംഷ്ട്ര യമനും ആണ്. മുൻഭാഗം ധർമ്മവും ആണെന്നും കൂടി ഉണ്ട് ഇവിടെ. മുൻഭാഗം ധർമ്മമാണ്. ദംഷ്ട്ര എന്ന് പറയുന്നതാണ് യമൻ. മുൻഭാഗത്തെയും ധർമ്മമായിട്ട് പറയും. അടുത്തത് വ്രീഡോത്തരോഷ്ടോധര ഏവലോഭോ ധർമ്മസ്ഥന അധർമ്മപഥോസ്യ പൃഷ്ട കർത്തസ്യമേട്രം വൃഷണോ ച മിത്രോ കുട്ടിഷ്ടമുദ്ര ഗിരയോസ്തി സംഗ. മേൽച്ചുണ്ട് കീഴ്ച്ചുണ്ട് ഇവ എന്താണ് എന്ന് വർണ്ണിച്ചിരിക്കുകയാണ്. വ്രീഡ ഉത്തരോ ഓഷ്ട. മേൽച്ചുണ്ടിന് ഓഷ്ടം, കീഴ്ച്ചുണ്ട് അധരം. രണ്ടും ചുണ്ട് എന്ന് പൊതുവെ പറയുന്നുണ്ടെങ്കിൽ അധരങ്ങൾ കീഴ്ച്ചുണ്ടും മേൽച്ചുണ്ട് ഓഷ്ടങ്ങളും ആണ്. ലജ്ജയാണ് മേൽച്ചുണ്ട്. ഓഷ്ടോ അധര ഏവ ലോഭ. അധരം കീഴ്ച്ചുണ്ട് ലോഭമാണ്. ലോകത്തിൽ കാണുന്ന എല്ലാ അത്യാഗ്രഹവുമാണ് ഭഗവാന്റെ കീഴ്ച്ചുണ്ട്. കീഴ്ച്ചുണ്ട് ആണ് ഇങ്ങനെയുള്ള അത്യാഗ്രഹമായി കാണുന്നത്. മേൽച്ചുണ്ട് ലജ്ജയും കീഴ്ച്ചുണ്ട്
അത്യാഗ്രഹവും ധർമ്മസ്തനോ അധർമ്മപരോസ്യ പൃഷ്ട മുൻഭാഗം ധർമ്മവും അതാണ് സ്തനം മുൻഭാഗം രണ്ടും നമ്മൾ മുൻഭാഗം എന്ന് പറയുന്നത് ധർമ്മമാണ്. അപ്പോൾ പിൻഭാഗം അധർമ്മം തന്നെ. ഭഗവാന്റെ പിൻഭാഗം അധർമ്മം. അധർമ്മപദോ അസ്യ പൃഷ്ട എന്ന് പറഞ്ഞാൽ പിൻഭാഗം. അതെന്താണ് അധർമ്മപദോ? മുൻഭാഗം ധനവും ധർമ്മവും പിൻഭാഗം അധർമ്മവും. കത്തസ്യ മേട്രം വിഷണോച മിത്രേ അസ്യ ഇവൻ്റെ പിൻഭാഗം പറഞ്ഞു. മേട്രം ഗുഹ്യസ്ഥലം മിത്രാവരുണന്മാർ എന്ന രണ്ടാൾക്കാരാണ്. വൃഷണങ്ങളാവട്ടെ സമുദ്രങ്ങളായിട്ടും ചിത്രീകരിച്ചിരിക്കുന്നു. ഇനി കത്തസ്യ മേട്രം, കാന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രഹ്മാവ് എന്ന അർത്ഥമുണ്ട്. അത് ഭഗവാന്റെ ബ്രഹ്മാവ് ഇവൻ്റെ ഗുഹ്യസ്ഥലവും മിത്രവും അതെന്താ വെച്ചാൽ സൃഷ്ടി നടത്തുന്ന ആ ഒരു സങ്കല്പം വെച്ചിട്ടാണ് ഗുഹ്യസ്ഥലം മേട്രം അത് ബ്രഹ്മാവാണെന്ന് പറഞ്ഞത്. ഇനി മിത്രാവരുണന്മാർ, ആ രണ്ട് പേരാണ് മിത്രവരുണന്മാർ. അവർ വൃഷണത്തെയും സമുദ്രം വയറിനെയും കാണിക്കുന്നു. ഭഗവാന്റെ വയറാണ് സമുദ്രം. ഇനി ഗിരയ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ, മലകളും ഗിരികളും പർവ്വതങ്ങളും അസ്ഥിസംഘങ്ങളാണ്. ഇപ്പോൾ വല്ലാതെ ഈ പാറയും ഒക്കെ പൊട്ടിച്ചത് അസ്ഥി പൊട്ടണതിന് തുല്യമാണ്. അസ്ഥിയാണ്ട് പൊടിഞ്ഞാൽ നമ്മുടെ സ്ഥിതി അവിടെ കഴിഞ്ഞില്ലേ. അതുപോലെ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് പാറകളിലും പർവ്വതങ്ങളിലുമാണ്. ഒക്കെ ആവശ്യമുണ്ട്. വെറുതെ ഇങ്ങനെ തിട്ടിച്ച് വെച്ചിരിക്കില്ല. ഭൂമി കുലുക്കം ഇല്ലാണ്ടിരിക്കാനും അത് നിലനിൽക്കാനും പൊടിഞ്ഞ് ഇതാവാതിരിക്കാനും ഒക്കെ ഒരു ബലം കൊടുത്തിരിക്കുകയാണ് ഈ പാറ അസ്ഥി. അപ്പം അതിനെ നമ്മൾ ക്വാറി എന്ന നിലയ്ക്ക് കൂടുതൽ പൊട്ടിച്ചാൽ എന്തുണ്ടാവും? അസ്ഥി ഒടിഞ്ഞ പോലെയാവും. ഭൂമി കുലുക്കം ഉണ്ടാവും, വേറൊന്നുമല്ല. ഭൂമി കുലുക്കവും പലതരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും പാറ അധികം പൊട്ടിച്ചാലും ക്വാറി ഉണ്ടാക്കിയാലും ഉണ്ടാവും. അസ്ഥിയാണത്. സ്ഥാനം കൊണ്ട് അസ്ഥി ആയതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ഇവിടെ പറഞ്ഞ വ്രീഡോത്തരോഷ്ടോധര ഏവ ലോഭോ, ലജ്ജ മേൽച്ചുണ്ടും ലോഭം അത്യാഗ്രഹം കിഴിച്ചുണ്ടും ധർമ്മസ്തനോ അധർമ്മസ്യ പൃഷ്ട, ധർമ്മം മുൻഭാഗവും അധർമ്മം പിൻഭാഗവും. കത്തസ്യ മേട്രം, ഗുഹ്യസ്ഥാനമാണ് ബ്രഹ്മാവ്. മിത്രാവരുണന്മാർ വൃഷണങ്ങൾ. വൃഷണവുച മിത്രോ കുക്ഷി സമുദ്ര ഗിരിയോസ്തി സംഘ. വൃഷണങ്ങൾ സമുദ്രങ്ങളും, കുക്ഷി എന്ന് പറഞ്ഞാൽ വയറൊക്കെ പർവ്വതങ്ങൾ അസ്ഥികളാണ്. വയറൊക്കെ സമുദ്രങ്ങൾ വയറും ഗിരികൾ എല്ലിൻ്റെ സമൂഹങ്ങളും ആണ് എന്ന് പറയുന്നു. കുക്ഷി എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്, വയറാണ് സമുദ്രം. അസ്ഥിസംഘങ്ങൾ പർവ്വതങ്ങളാണ്. അടുത്ത് നദോസ്യ നാഡ്യോത തനൂരുകാണി മഹീരുക വിശ്വതനോർ നൃപേന്ദ്ര അനന്തവീര്യാശ്വസിതം മാതരീശ്വ ഗതിർവയ കർമ്മഗുണപ്രവാഹ. നൃപേന്ദ്ര എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു. നദ്യ അസ്യ നാഡ്യ, നദികൾ നാഡികളാണ്. നമ്മുടെ നാഡി ആവശ്യമില്ലാതെ രക്തോട്ടം അങ്ങോട്ട് തടഞ്ഞ് കൂട്ടിയാണ്ട് കെട്ടിയാൽ എന്താ ഉണ്ടാവുക? കുറേ കഴിയുമ്പോൾ രക്തോട്ടം ഇല്ലാണ്ട് ആകെ കയ്യാനക്കാൻ വയ്യാണ്ടാവും അല്ലേ? തരിക്കണമെന്ന് പറയും ഒരു ഭാഗത്ത് കുറേ ഇരുന്നാൽ രക്തോട്ടം ഇല്ലാണ്ട്. അതുപോലെയാണ് ഈ ചിറ കെട്ടുന്നത്. ശരിക്ക് പ്രകൃതി ശാസ്ത്രപ്രകാരം ശരിയല്ല എന്ന് പറയുക. അത് വെള്ളത്തിന് ആവശ്യമാണ്, നമുക്ക് ജലസേചനം, അതൊക്കെ വേറെ വശം. സത്യത്തിൽ നദിയുടെ ഒഴുക്ക് തടയുന്നത് ഭൂമിക്ക് നന്നല്ല. ഭൂമി ഒഴുക്കുണ്ടാവും. ഇപ്പം മുല്ലപ്പെരിയാർ പൊട്ടുകയോ പൊട്ടില്ലെന്ന് ഇപ്പോഴും തീർച്ചയായിട്ടില്ല കേട്ടോ. കുറേ കഴിഞ്ഞാൽ പറയുക ആൾക്കാർ സുരക്ഷിതമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കേൾക്കാം മുല്ലപ്പെരിയാർ പുകയുന്നു. പുക പറഞ്ഞാൽ പ്രശ്നം, ഇതാ പൊട്ടെന്ന് പറയണു. എത്ര ആൾക്കാരുടെ ഒരു ഭീഷണിയാണ്. അതായത് പറയല് വാർത്ത 3-4 ദിവസം ഒരാഴ്ച കഴിഞ്ഞു പരിശോധിച്ചു സുരക്ഷിതമാണ്. എന്താ എത്ര പ്രാവശ്യമായി? സുരക്ഷിതമാണോ സുരക്ഷിതല്ലേ തീർച്ചയായും കഴിഞ്ഞിട്ടില്ല. ചുരുക്കം പറയാച്ചാൽ ഒരു ഇതാണ് പൊട്ടും അല്ലേ, ഉറപ്പാ. കാരണം ഏതോ കാലത്ത് ഉണ്ടാക്കിയതാണ്. വേണ്ടത് ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടോ ഇതാ ചിലപ്പോൾ രക്ഷപ്പെടും. വേണ്ടത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഉറപ്പാ ഒരു ദിവസം പൊട്ടതിന് സംശയമൊന്നുമില്ല. കാരണം ശക്തമായിട്ടുള്ള വെള്ളത്തിനെയാണ് പിടിച്ച് നിർത്തിയിരിക്കുന്നത്.
നമ്മുടെ ആവശ്യം പറഞ്ഞിട്ട് പ്രകൃതിയൊക്കെ ഈ മാതിരി ചെയ്താൽ കാലാകാലം പുതുക്കണേ. വേണ്ടാന്ന് പറയണില്ല, അത് കാലം വരുമ്പോൾ വേറെ കെട്ടി ഇത് മാറ്റണ്ടേ. അപ്പം അത് ചെയ്യാതെ മെയിൻ്റനൻസ് ഇല്ല, അതാ പ്രശ്നം. പാലം ഉണ്ട്, പാലം നമുക്ക് ആവശ്യമാണ് പറഞ്ഞാൽ ഒരിക്കലും മെയിൻ്റനൻസ് ഇല്ലാണ്ട് നിർത്തിയാലോ ഒരു സമയം വന്നാൽ പൊട്ടും. ചെറുതുരുത്തി പാലം പൊട്ടിയില്ലേ. അപ്പോൾ എല്ലാറ്റിനും അവധിയുണ്ട്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നദിയുടെ ഒഴുക്കിനെ തടയുക. അതാണ് ഇവിടെ എന്ത് പറഞ്ഞത്, നടിയൊത്ത തനൂരു കാണി. നദികളൊക്കെ ഞരമ്പാണ്, പ്രകൃതി ആകാരേണ ഉള്ള പുരുഷൻ്റെ ഞരമ്പിനെ നമ്മൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. വെറുതെ ശരിയാവൂ. മഹീരുഗോ വിശ്വതനോത്നരേന്ദ്ര. വൃക്ഷങ്ങൾ രോമങ്ങളാണ്. വൃക്ഷങ്ങൾ രോമങ്ങളൊക്കെ കളയണ പോലെ മരം വെട്ടിയുണ്ടാവുക, വേർപ്പുണ്ടാവില്ല, മഴയുണ്ടാവില്ല. മഹീരുഗോ വിശ്വതനോ, രോമത്തെ കൂടിയാണ് വേർപ്പുണ്ടാവണമെന്നാ. വൃക്ഷങ്ങൾ മഹീരുഗം, വൃക്ഷങ്ങളെല്ലാം രോമങ്ങളാണ്. വിശ്വതനോത്നുപേന്ദ്ര അനന്തവീര്യശ്വസിതം മാതരിശ്വ. ശ്വാസോച്ഛ്വാസമാണ് അത്രയും ലോകത്തിൽ കാണുന്ന വായു. വായു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശ്വാസമാകുന്നു. ഗതിർ വയകർമ്മ ഗുണപ്രവാഹ നിമിത്തം പ്രവൃത്തി. ഭഗവാന്റെ നടത്തം അല്ലെങ്കിൽ ചലനം, അതാണ് ഈ കാലം എന്ന് പറയുന്നത്. കാലം പോകുന്നു. ബാല്യകുമാരൻ യവന വാർദ്ധക്യം കഴിഞ്ഞാൽ അയാൾ മരിച്ചു, വേറൊരാളുണ്ടായി, അയാളുടെ ബാല്യമായി, ഇതൊക്കെയാണ് ചലനം അല്ലേ. ഒരേപോലെ നിൽക്കുക വെച്ചാൽ ചലനം ഉണ്ടോ? അപ്പം ഇത്തരം അവസ്ഥാഭേദങ്ങൾ ഭഗവാന്റെ നടത്തമാണ് അല്ലെങ്കിൽ ചലനമാണ് ഗതി. കർമ്മ ഗുണപ്രവാഹ. കർമ്മങ്ങൾ, ഗുണപ്രവാഹങ്ങൾ, ലോകത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ഭഗവാന്റെ ചലനമാണ്. കയ്യനക്കണു കാലനക്കണു എന്ന് പറഞ്ഞാൽ ചലനം എന്ന് പറയാം. അപ്പം അത്തരം ചലനങ്ങളാണ് ലോകത്തിലെ അവസ്ഥാഭേദങ്ങളും ചലനങ്ങളും സൃഷ്ടിക്കുന്നത്. ഭഗവാന്റെ ഒരു ചലനമാണ് അത്. നദോസ്യ നാട്യോത തനൂരുകാണി മഹീരുക വിശ്വതനോർനൃപേന്ദ്ര. വൃക്ഷങ്ങൾ, മഹീരുകം വൃക്ഷങ്ങൾ, വിശ്വതനോർനൃപേന്ദ്ര രോമങ്ങളാണ്. അനന്തവീര്യാശ്വസിതം മാതരിശ. ശ്വാസോച്ഛ്വാസമാകട്ടെ വായു. ഗതിർവയ കർമ്മ ഗുണപ്രഭ. ഗതി ചലനം, ഭഗവാന്റെ നടത്തമാണ് കാലം, കർമ്മം മുതലായ പ്രപഞ്ചത്തിലെ ചലനങ്ങൾ എന്ന് പറയാം. ഈശസ്യകേശാൻ വിദുരംബുവാഹാൻ വാസസ്തു സന്ധ്യ. ശരിക്കും ഒരാഴ്ച എഴുതി വെച്ചാലോ വളരെ എളുപ്പമാണ്. എഴുതി വെച്ചില്ലെങ്കിലും ഓർക്കാൻ പ്രയാസമാണ്. എഴുതി വെച്ചാൽ മതി. നേത്രം എന്ന് പറഞ്ഞാൽ സൂര്യനാണ്, കൺപോളകൾ എന്ന് പറഞ്ഞാൽ രാപ്പകലാണ്, പുരികം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്, അണ്ണാക്ക എന്ന് പറഞ്ഞാൽ ജലമാണ്. ഒരു ഡാഷ് ഇട്ടിട്ട് അപ്പുറത്തെ യഥാർത്ഥ വസ്തു ഇപ്പുറത്തത് ഭഗവാന്റെ എന്നതാണെന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിന് നമുക്കത് കാര്യം മനസ്സിലാവും. അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇപ്പോൾ ഓർമ്മ നിൽക്കാൻ പറ്റിയൊരു വിഷയമല്ല അത്. പക്ഷെ ഒരു സാധാരണക്കാർക്ക് അങ്ങോട്ട് രസിക്കാത്ത വിഷയമാണ്. പക്ഷെ അതുകൊണ്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അത്ര പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അത് എഴുതി വയ്ക്കുന്നത് എപ്പോഴും നടി എന്ന് എഴുതി വയ്ക്കുക. അവിടെ വൃക്ഷം രോമം എന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ ലോകത്തിലെ വൃക്ഷങ്ങൾ ഭഗവാന്റെ രോമമാണ്. ശ്വാസം, ലോകത്തിലെ വായു ഭഗവാന്റെ ശ്വാസമാണ്. കാലമാകട്ടെ ഗമനമാണ്, ഭഗവാന്റെ നടത്തമാണ് കാലം. ഒരു ഡാഷ് ഇട്ടത് രണ്ടും കൊണ്ട് എഴുതി വെച്ചാൽ നമുക്ക് പഠിക്കുന്ന അർത്ഥം. ഈശസ്യകേശാൻ മിഥുരംബുവാഹാൻ. അമ്പുവാഹം എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ. അമ്പു എന്ന് പറഞ്ഞാൽ ജലം, അതിനെ വഹിച്ചത് എന്താണെന്ന് വെച്ചാൽ മേഘം. ഈശസ്യ കേശാൻ, മഹേശ്വരൻ്റെ തലമുടിയാണത്രേ മേഘങ്ങൾ ആയിട്ട് പറയുന്നത്. ഇപ്പം മറ്റ് രോമങ്ങളിൽ നിന്ന് തലമുടിയെ വ്യത്യാസപ്പെടുത്തി. രോമങ്ങൾ ചെറുതാണ്, മുടി കുറച്ച് അധികം ഉണ്ടല്ലോ, അളവ് കൊണ്ടും അതേ നീളം കൊണ്ടും അതേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അമ്പുവാഹമായിട്ടാണ് മേഘങ്ങളായിട്ട് ഭഗവാന്റെ തലമുടിയെ ചിത്രീകരിച്ചു. വിധു എന്ന് പറഞ്ഞാൽ അറിയുക, അല്ലെങ്കിൽ അറിവുള്ളവർ അറിയുന്നു. കുരുവര്യ രാജാവേ സന്ധ്യ ഭൂമി വാസ. ഭൂമന എന്ന് പറഞ്ഞാൽ ഭൂമാവിൻ്റെ, ഭഗവാന്റെ അർത്ഥമേ ഉള്ളൂ. ഭൂമന ഭഗവാന്റെ ഭൂമന. ഭൂമാവ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കർത്തരി പ്രയോഗം, കർത്താവായിട്ടുള്ള പ്രയോഗം. ഭൂമന എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പൊസസീവ് കേസാണ്. ഭൂമന ഭൂമിയുടെ വസ്ത്രമായിട്ട് പറയുന്നു. സന്ധ്യയാണത്രേ ഭഗവാന്റെ വസ്ത്രം അങ്ങനെ പറയണത്. കാരണം അത് കൂടിച്ചേരലാണ്. ശരീരവും മറ്റു വസ്ത്രം കൂടിച്ചേരുമ്പോഴാണ് സന്ധ്യ ഉണ്ടാവുക. രാവും പകലും കൂടി ചേരുമ്പോഴാണ് സന്ധ്യ ഉണ്ടാവുക. വാസഹ വസ്ത്രം. വാസം എന്ന് പറഞ്ഞാൽ വാസനം എന്നുള്ളതിൻ്റെ ചുരുക്കമാണ് വാസഹ. സന്ധ്യയാണ് വസ്ത്രം. ഇനിയോ
അവ്യക്തത്തെ ഹൃദയമായിട്ടും പറയുന്നു. ചില കാര്യങ്ങൾ ലോകത്തിൽ പിടികിട്ടാത്തതുണ്ട്, അതാണല്ലേ നമ്മൾ അവ്യക്തം എന്ന് പറയുക. എന്താ ഉദാഹരണം? ഒന്നുമല്ല, നമ്മുടെ ജീവിതം തന്നെ അവ്യക്തമാണ്. അറിവ് യഥാർത്ഥം എന്തുകൊണ്ട് നമ്മൾ സുഖം അനുഭവിക്കണു, എന്തുകൊണ്ട് ദുഃഖം അനുഭവിക്കണു, ഒന്നും പറയാൻ പറ്റില്ല. അതിനു വേണ്ടി നിങ്ങൾ ദയവ് ചെയ്തിട്ട് ജോത്സ്യനെ കാണരുത്. എന്താ ഗുരുനാഥ എൻ്റെ കഷ്ടത്തിനൊക്കെ അയാളെ കൂട്ടി എങ്ങനെ പറയാൻ പറ്റിയത്? ഇവിടെ പറയണോ അവ്യക്തം, പ്രപഞ്ച രഹസ്യമാണത്. ഇന്ന് വരേക്ക് ശരിക്കും പറയാൻ പറ്റിയില്ല എന്നാണ് എല്ലാവരും പറയണത്. ശരിക്കും പറയാൻ പറ്റില്ല, ഊഹിച്ചിട്ടാണ് ഈ പറയണതെല്ലാം. എന്താ കാരണം അറിയുമോ? അപ്പോൾ ഇതിൻ്റെ വിഷയം അല്ലാച്ചാലും ഞാൻ പറയുകയാണ്, ആർക്കും ഇനി വെറുതെ ജോത്സ്യൻ്റെ പിന്നാലെ പോയിട്ട് കാശ് ചെയ്യണം. വിഷം തെറ്റാണോ പറഞ്ഞില്ല, വിഷം തെറ്റാണോ പറഞ്ഞില്ല, ശാസ്ത്രമാണ്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പോകണ്ട. എന്താണ് നമ്മുടെ സുഖദുഃഖങ്ങൾക്ക് അതിൽ കിട്ടാത്തതുണ്ട്. ജ്യോതിഷം എന്ന ലെൻസിൽ കിട്ടാത്ത കാര്യങ്ങളുണ്ട്. ആ പറയണത് അതങ്ങോട്ട് സർവശാസ്ത്രമല്ല എന്നേ പറയണു, ശാസ്ത്രം തന്നെയാണ്. അപ്പം എന്തുകൊണ്ട് നമ്മൾ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ശരിക്കും പറയാൻ പറ്റില്ല എന്നാണ്. എന്താണ് നമ്മുടെ സുഖദുഃഖത്തിന് കാരണം? അൺനോൺ. പിന്നെ അവർ പറഞ്ഞ പരിഹാരം ചെയ്തിട്ട് മാറ്റാൻ പറ്റുമോ? അൺനോൺ ആയിട്ടുള്ള ഇതിനെ പറഞ്ഞു തരുന്നതേ. നിങ്ങളുടെ ശാർത്തൊക്കെ കൂട്ടാറില്ലേ, കൊണ്ട് അതിനകത്ത് കൂട്ടാറുണ്ട്. അപ്പോൾ പിതൃകർമ്മല്ല, അവർ ഉറപ്പിച്ചു, ടിക്ക്, അത് പോയി. പിന്നെ നിങ്ങൾ കുലദേവതയെ ഭജിക്കാറില്ലയോ? അതുണ്ട്, ചെയ്യാറുണ്ട്. ഓ ശരി, അപ്പോൾ അതുമല്ല. എന്നാൽ ഇനി സംശയിക്കാറൊന്നുമില്ല, ആ തറവാട്ട് ദുരിത. ഇത് രണ്ടും അല്ലെങ്കിൽ എന്താ തറവാട്ട് ദുരിതം? ഇങ്ങനെ ഊഹിച്ചിട്ട് പറയല്ലാതെ ആ ശാസ്ത്രത്തിൽ കണ്ടിട്ടല്ല ഇവർ തറവാട്ട് ദുരിതയുടെ സുഹൃത ഹോമം നടത്തുക. ഇതിൽ ദയവ് ചെയ്തിട്ട് വിഷയം സുഹൃതഹോമം നടത്തിയതുകൊണ്ട് തീർന്നു എന്ന് വരാം, തീർന്നില്ല എന്ന് വരാം. ഒക്കെ ഓരോ പരീക്ഷണം, അത്ര തന്നെ ഉള്ളൂ. ഇത് രണ്ടും അല്ലെങ്കിൽ മറ്റതാണ്, ആണല്ലെങ്കിൽ ഉണ്ടല്ലെങ്കിൽ ആണെന്ന് പറഞ്ഞ പോലെ അത് കൂട്ടുണ്ട്. പിന്നെ അതൊന്നും പറയാൻ നിർത്തില്ല. വേറെ എന്തെങ്കിലും ആണെച്ചാൽ അത് പറയാൻ നിർത്തില്ല. എന്നാൽ പിന്നെ തറവാട്ട് ദുരിതം തന്നെ, സംശയിക്കാനൊന്നുമില്ല. എങ്ങനെ തന്നെ എന്നയാൾ പറഞ്ഞാൽ ആവുമോ? അതുകൊണ്ട് നമ്മുടെ അവ്യക്തം, പിടികിട്ടാ രഹസ്യങ്ങൾ ഭഗവാന്റെ ഹൃദയമാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ കണ്ടവരുണ്ടോ? ആരെങ്കിലും മനസ്സ് കാണാൻ പറ്റുമോ? ഇന്നുവരെ മുഴുവൻ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഹൃദയമായിട്ട് പറയുന്നു. അവ്യക്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ലോകത്തിലുണ്ട്. എല്ലാം കണ്ടെത്താൻ ഇന്ന് വരേക്ക് ശാസ്ത്രം വളർന്നിട്ടില്ല. കുറേ കാര്യങ്ങൾ അവ്യക്തമാണ്. അതുകൊണ്ട് ഇതിനെയും നേരിടുക മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പരിഹരിക്കാൻ പറ്റില്ല. പരിഹാരമില്ലാത്തതിനെ നേരിടണം. ഇതിനാണ് ആത്മീയം. സർവവികാരകോശ, സകലരുടെയും വികാരത്തിനിരിപ്പിടമായ ചന്ദ്രൻ മനസ്സാണ്. കാണുന്ന ചന്ദ്രൻ ഭഗവാന്റെ മനസ്സായിട്ടാണ് പറയുക. നമ്മുടെ ചന്ദ്രൻ മുതലായിട്ടുള്ള നവഗ്രഹങ്ങൾ ചന്ദ്രൻ്റെ സ്ഥാനം നോക്കി നമ്മുടെ ബലം പറയാറുണ്ട്. ചന്ദ്രൻ നീചസ്ഥാനത്താണെങ്കിൽ ഇയാൾക്ക് നീചജന സംസർഗം ഉണ്ടാവും. അവരുടെ ഇഷ്ടം മദ്യപിക്കുന്നവരോ സമൂഹത്തിൽ താഴ്ന്ന സ്ഥാനം വയ്ക്കുന്നവർ ആദ്യമുണ്ടല്ല കേട്ടോ, ആദ്യമുണ്ടല്ല. സ്വഭാവം കൊണ്ട് അത്ര ശരിയല്ലാത്ത കുറച്ച് താണ രീതിയിൽ ജീവിക്കണവർ എന്ന് വേണമെങ്കിൽ പറയാം. അവരോട് സംഘത്തിനാണ് നിജന സംസർഗം. മഹജന സംഘത്തേക്കാൾ നീചന സംഘത്തിനോടാവും ഇഷ്ടം എന്ന് പറയാം. ചന്ദ്രൻ നല്ല സ്ഥാനത്താണെങ്കിൽ ഇയാൾക്ക് പൂർവ്വപുണ്യം ഉണ്ടാവും, സജ്ജന സംഘം ഉണ്ടാവും, ദൈവാനുഗ്രഹം ഉണ്ടാവും എന്നൊക്കെ പറയണത്. അപ്പം മനസ്സ് എപ്പോഴും ചന്ദ്രനെ കാണിക്കുന്നു. ഇനി അവ്യക്തം എന്ന് പറയപ്പെടുന്നത് ഹൃദയമാണെന്ന് പറഞ്ഞു. സകലരുടെയും മനസ്സിൽ ജനിക്കുന്ന ചന്ദ്രൻ മനസ്സാണ്. ചന്ദ്രൻ നോക്കിയിട്ടാണ് മനസ്സ് പറയുന്നത്. ഈശസ്യ കേശാൻ, തലമുടി മേഘങ്ങളാണ്. വാസസ്തു സന്ധ്യാം, വസ്ത്രം സന്ധ്യയാണ്. ഭൂമന, ഭൂമാവിൻ്റെ ഹൃദയം അവ്യക്തം എന്ന് പറയുന്ന സംഗതി. എന്തൊക്കെ അറിയാത്തതുണ്ടോ രഹസ്യം, ഇഷ്ടം പോലെ ഉണ്ട് രഹസ്യം. അത് ഭഗവാന്റെ ഹൃദയമായിട്ട് പറയുന്നു. മനച്ച ചന്ദ്രമ, ലോകത്തിൽ കാണുന്ന ചന്ദ്രൻ ഭഗവാന്റെ മനസ്സാണ്. അതാണ് വികാരങ്ങളെയും മനസ്സിൻ്റെ ക്ഷോഭങ്ങളെയും മറ്റും സൃഷ്ടിക്കുന്നത്. തുടർന്ന് അടുത്ത ഭാഗത്തിൽ കാണാം. കായേന വാചാ മനസേന്ദ്രിയർവാപ്ത്യാത്മനാവാ പ്രകൃതി സ്വഭാവാൻ കരോതിയത്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.